ഹായ്, പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കടൂർ ഭാഗത്താണ്. അപ്പോൾ അവിടുത്തെ ചെറിയ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ യാത്രകൾ എപ്പോഴും അധികവും നമ്മുടെ ഈ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലായിരിക്കും കൂടുതലുണ്ടാകുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികവും നമുക്ക് അറിയാത്തത് നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ എന്ന് വേണ്ടി തന്നെ പറയാം. ഇവിടുത്തെ ഒരു കാഴ്ചകൾ അധികം പുറമെ നിന്നുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം കടൂർ എന്ന ഭാഗത്ത്, മേപ്പാടിക്കടുത്തുള്ള കടൂർ എന്ന ഭാഗത്തെക്കുറിച്ചിട്ട് ഇവിടെ ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്ലേസ് അല്ല. സാധാരണക്കാരുള്ള തോട്ടം തൊഴിലാളികൾ ഒക്കെ ചെയ്ത് ജീവിക്കുന്നൊരു മേഖല തന്നെയാണ് ഈ ഒരു കടൂർ ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമുക്കധികം പൈസ ചിലവില്ലാതെ മേപ്പാടിയിൽ നിന്ന് കുറഞ്ഞ ദൂരത്തേക്ക് നമുക്ക് സഞ്ചരിച്ച് അവിടുത്തെ മനോഹരമായിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ അതിമനോഹരമാണത്. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പരമായിട്ടുള്ള ഒരു പ്ലേസസും കാര്യങ്ങളും ഇല്ല. പക്ഷേ പ്രകൃതി ഭംഗി, നമുക്ക് കാടിൻ്റെ ഭംഗിയൊക്കെ അടുത്തുനിന്ന് തൊട്ടറിഞ്ഞ് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണത്. ഇവിടെ വെറുതെ വന്നിരിക്കാൻ തന്നെ കുറച്ച് അവിടെ പരിസരത്തുള്ള ആളുകളൊക്കെ വന്നിങ്ങനെ പോകാറുണ്ട്. അപ്പോൾ പുറമെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ജേണി തന്നെയായിരിക്കും ഈ ഒരു കടൂർ ഭാഗത്തേക്ക് പോകുക എന്നുള്ളത്. നമ്മുടെ നാട് ശരിക്കും നമ്മൾ ടൂറിസ്റ്റ് പരമായിട്ട് കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ പോവുക. പക്ഷേ അങ്ങനത്തെ ഒരു പ്രാധാന്യമുള്ള ഒരു ഏരിയ അല്ല കടൂർ. അവിടെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉണ്ട്. പക്ഷേ ചെമ്പ്രമലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ചെമ്പ്ര, വെള്ളരിമലയൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാവ്. ഇപ്പോൾ മഴയൊക്കെ ഇല്ലാത്തൊരു സമയത്താണ് നമ്മളിപ്പോൾ അവിടെ പോയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നല്ല മഴയുള്ള സമയത്ത് ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു ദൃശ്യം അതിമനോഹരമായിരിക്കും. കാരണം നമുക്കിപ്പോൾ തന്നെ വളരെ ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണത്. അത് വയനാട്ടിൽ അറിയപ്പെടാത്ത ഒത്തിരി ഏരിയകളുണ്ട്. നമുക്ക് മെയിൻലി ടൂറിസ്റ്റ് പരമായിട്ട്, അതായത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പോയി വരാറ്. പിന്നെ റൈഡുകൾ, പാർക്കുകൾ, ടീ എസ്റ്റേറ്റുകൾ, അങ്ങനെ. പക്ഷേ ഇവിടെ അതിനുപരി നമുക്കെല്ലാം കൊണ്ട് വെറുതെ ഒന്ന് പോയിരിക്കാൻ തന്നെ പറ്റിയൊരു സ്ഥലമാണത്. ഓരോ യാത്രയും ശരിക്കും നമുക്കൊരു ഹീലിംഗ് ആണല്ലോ കിട്ടുന്നത്. ആ ഒരു ഹീലിംഗ് ഈ ഒരു യാത്രയിൽ, കടൂർ യാത്രയിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് എൻ്റെ ഒരു ഗ്യാരൻ്റിയാണത്, ഷുവറാണത്. കാരണം നിങ്ങൾ ഈ ഒരു ഏരിയനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുക, എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ കടൂർ മുൻപ് പോയിട്ടുണ്ട് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. നമ്മളിൽ പല ആളുകൾക്കും യാത്രകൾ പല വിധത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക. ചിലർക്കൊരു ടൈം പാസ്, ചിലർക്കൊരു ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പാഷനായിരിക്കും. ചിലർക്ക് കുറേ പ്രശ്നങ്ങൾ, വിഷമതകൾ, അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക. എന്നിരുന്നാലും എല്ലാ ഇതിനുള്ള ഒരു റീസണാണ് യാത്ര. യാത്ര ചെയ്യുന്നതോറും നമ്മുടെ പിന്നെ റോഡുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ റോഡാണ്, അധികം വലിയ വാഹനങ്ങളും പോകാൻ പറ്റുന്ന റോഡല്ല. ഓഫ് റോഡ് ഉണ്ടാവും ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു യാത്രയാണ് ഈ ഒരു കടൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. പുറമേ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ചിലപ്പം റിസോർട്ടിലേക്കൊക്കെ പോകുന്നത് ഫുള്ള് ഓഫ് റോഡായിരിക്കും. കല്ലുകളും മണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡുകളായിരിക്കും. അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹൈവേസിലും സിറ്റികളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള യാത്രകളിൽ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഓഫ് റോഡിലൂടെ പോകുമ്പോൾ അവർക്കൊരു വേറെ തലത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതും ഇവിടെ വന്നു പോകുന്ന ആളുകൾക്ക് ഉണ്ടാവും. ഞാനിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസോർട്ടോ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ളൊരു പ്ലേസ് അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ വയനാടിൻ്റെ അടുത്ത്, അതായത് വയനാട്ടിനുള്ളിലുള്ള തന്നെ പ്ലേസുകളിൽ നമ്മൾ കാണാത്തൊരു സ്ഥലം, അതിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് ശരിക്കും ഞങ്ങൾ പോയിട്ടുള്ളത്
ഒരു ജസ്റ്റ് ട്രാവലിംഗ് ആണ്. ഞങ്ങൾ വെറുതെ ഒരു ട്രാവലിംഗ് നടത്തിയതാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഈ നാട്ടിലുള്ള ഒരാൾ, ഞാനിതിന് മുൻപൊക്കെ കടൂർ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഭംഗി എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് ശരിക്കും. കാരണം ഓരോ എന്താ പറയുക, സമയം കഴിയുമ്പോൾ നമുക്ക് യാത്രകളോടുള്ള ഒരു താല്പര്യം വേറൊരു വിധത്തിലാണ് നമുക്ക് നമ്മുടെ മനസ്സിന് പ്രകടമാകുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേ ഫീലിംഗ് നിങ്ങൾക്കും കിട്ടുന്നത് എനിക്കൊരു ഉറപ്പുണ്ട്. ഇത് ജസ്റ്റ് ഞങ്ങളൊരു റൈഡ് ചെയ്യുകയാണ്, വെറുതെ ഒരു യാത്ര ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് എവിടെയും നമ്മൾ അവിടെ നിർത്തി വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ അല്ല അവിടെ ഉള്ളത്. എന്നിരുന്നാൽ പോലും നമ്മളത് കണ്ടു, ആ എസ്റ്റേറ്റ് വരെ പോയി. പിന്നെ എസ്റ്റേറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകാനുള്ള പ്രത്യേകം പെർമിഷനൊക്കെ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഉള്ളോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് അലവും കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം അത് കുറഞ്ഞ ആളുകൾ താമസിക്കുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണത്. വയനാട് തന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണത്. അതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വിധത്തിലുള്ള ഒരു നേച്ചർ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുക. കാരണം വയനാട്ടിലെ പല ഭാഗങ്ങളുമുണ്ട്,